വീട് നടന്ന് പോടാ രാവിലെ. അണ്ണാ ഒരു നാടിന്റെ ആവശ്യമാണ്, കഥ പറയണ. ഇവിടെ നാട്ടിലെ ആർക്കെങ്കിലും ഒരു നല്ല കാലം വരുമ്പോ രാവിലെ കുറ്റം പറിച്ച് വന്നോളൂ നാട്ടുകാർ. എടേ ഇവിടെ പോടാ, വീണ്ടും വെളിയിൽ പോടാ. അണ്ണാ നിങ്ങളെ കാല് പിടിക്കത്തിരി കഥ പറയണ. അണ്ണാ വിജയണ്ണ കഥ തുറക്കില്ലെന്ന്. വിജയണ്ണ ചത്താടാ, തൂങ്ങിയാടാ. തൂങ്ങിയില്ല. അങ്ങേരെ ഭാര്യയ്ക്ക് ഒരു വിചിത്രമായ ഒരു അസുഖം. അത് വിചിത്രമായ അസുഖമൊന്നുമല്ല, അവക്ക് ഭ്രാന്ത് വേണ്ടല്ലോ. ഭ്രാന്തല്ല, അവരെ ശരീരത്തിലൂടെ മദ്യം ഒഴുകുന്നു. നിനക്ക് വട്ടാടാ നിനക്ക്. ഇതൊക്കെ കേട്ട് കേൾവിയുള്ള ഇതൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിരിക്കാണ്. ഇവിടെ മണ്ടന്മാർ അങ്ങനെയൊക്കെ വല്ല അസുഖം ഉണ്ടോ ഇതൊക്കെ? അണ്ണ സീരിയസ് ആയിട്ട് അവര് ആശുപത്രി പോയി അന്വേഷിച്ചപ്പോ അത് ശരിയാണ്. അവരെ ശരീരത്തിലൂടെ മദ്യം ഉത്പാദിപ്പിക്കപ്പെടുന്നു. അവൻ പിടുത്തോടിച്ചാണ് ചാരായ നമ്മളെ മണ്ടക്കൂടെ ഒഴിച്ചായിരിക്കും. ചാരായം ഒഴിച്ചല്ല, ഇത് ഡോക്ടർ പറഞ്ഞില്ലേ, അവിടുത്തെ ആശുപത്രിയിൽ അറ്റൻഡർ ആണ്. അത് കേട്ട ഉടനെ ചാരായം കുടിക്കാൻ വേണ്ടി വന്നിരിക്കണം. ഞാൻ വിചാരിച്ചു വെളിയിലായിരിക്കും കത്തിച്ച് വെച്ചിരിക്കണം. എവന് വേറെ ഇതൊക്കെ ചുമ്മാടാ ഇതൊക്കെ. അണ്ണ സത്യം, നിങ്ങൾ രായണ്ണ വിളി. നീ ഇപ്പഴേ പിടുത്തോടാം. ആരടി രമണിയാടി? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. നീ ആയിരുന്നാ? പിന്നെ അല്ല നമ്മുടെ നാട്ടുകാർ കംപ്ലീറ്റ് ഉണ്ടല്ലോ. ഉണ്ട്. രാവിലെ 1-ാം തീയതി ആയപ്പോഴത്തേക്ക് സാധനം വാങ്ങിക്കാൻ വന്നായിരിക്കും. ഓർമ്മ വെച്ച് തന്നാലാ സൂപ്പർ ആയിരിക്കും. അടിക്കോ? പിന്നെ അടിക്കാം. സന്തോഷമായിട്ട് വാങ്ങിക്കോ. സന്തോഷം. പിടിച്ചാ 1-ാം തീയതി സാധനം വാങ്ങിക്കാൻ വേണ്ടി വീണ്ടും പെണ്ടി വന്നിരിക്കണ. ലോട്ടറി അടിച്ചാൽ അവിടെ കാണും നാട്ടുകാര്. പിന്നെ നീ പോകലടാ. അതെന്ത് പോണം? നമ്മള് കുടുംബക്കാരാണ്. ശരിയാണല്ലോ. ഇങ്ങോട്ട് വാണ്ട, ചാടി നെല്ല് ഉള്ള എന്നെ നിനക്ക് വിശ്വാസമായില്ലേ? ഇവിടെ സത്യമായിട്ട് എന്റെ ഭാര്യയുടെ ശരത്തിൽ നിന്ന് മദ്യം ഒഴുകുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായി? എങ്ങനെയാണ് പറഞ്ഞുതരാം. എടാ ഈ ഇടയായിട്ട് 1-2 ആഴ്ച ഇവിടെ ഞാൻ ഭയങ്കര അടിയാണ്. സംഭവം പറഞ്ഞാൽ വേറെ ഒന്നും അല്ല. അല്ല എന്താണ് കേസ്? നിങ്ങൾ തമ്മിൽ കഴിപ്പാവള്ള. ഞാൻ അടിച്ച് പിരിത്തിരുന്നപ്പോഴേ എന്റെ അമ്മാവിന്റെ അടുത്ത് പറഞ്ഞു, അമ്മാവാ നിങ്ങൾക്ക് ഒരു സ്വർണ്ണപ്പല്ല് വെച്ച് തരാന്ന്. ഇത് കേട്ട സന്തോഷത്തിൽ അങ്ങനെ വെളുക്ക ചിരിച്ചിങ്ങനെ. ഞാൻ എണ്ണി നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ സ്വർണ്ണപ്പല്ല് വെക്കേണ്ട ഗ്യാപ്പില്ല. അപ്പൊ തന്നെ തറക്കട ചുടുവട്ടം എടുത്ത് ഇവിടെ പല്ല് നോക്കി ഒറ്റയടി. പല്ല് മൊത്തം പോയി ചോദിക്കും. ഇതാ അടക്കണ്. ഭാര്യ കയറി വന്ന് ഭാര്യ ഇത് കണ്ടോണ്ട് ചോദിക്കുകയാണ്, ചേട്ടാ ഈ തറക്കിടക്കണ ചുവന്ന ചുണ്ട് ചുവപ്പിച്ച തത്ത ഏതെന്ന്. ഞാൻ പറഞ്ഞത് തത്തയല്ല, നിന്റെ തന്തയാണെന്ന്. അന്ന് തുടങ്ങിയ വഴക്കാണ്ട് ഭയങ്കര പിണക്കം, ഭയങ്കര കരച്ചില്. പിന്നെ പിണക്കം മാറ്റാൻ വേണ്ടി ഒരു ദിവസം രാത്രി ഇവിടെ കട്ടില് കരഞ്ഞോണ്ട് കിടക്കായിരുന്നു. ഞാൻ ചെന്ന് അതൊക്കെ അടുത്ത് കിടന്നിട്ട് കെട്ടി പിടിച്ച് അവളെ കണ്ണിലൊരു ഉമ്മ. എന്റെ പൊന്നപ്പി, കണ്ണീന്ന് 2 തുള്ളി കണ്ണീര് എന്റെ വാക്കാത്തോട്ട് വീണത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ പിറ്റേ ദിവസം രാവിലെ 1000 മണിക്കാണ് കണ്ണു പറഞ്ഞത്. എന്തൊരു പിടുത്തോടെ. നമ്മളെ സാധനം ഒന്നുമല്ല, 2 ലിറ്റർ അടിച്ചതിന്റെ അപ്പുറത്തെ എഫക്ട്. സീരിയസ് ആയിട്ട് പിന്നെ കരഞ്ഞാലും വേർത്താലും ശരത്തോട് ഇങ്ങനെ മദ്യം ഒഴിക്കൊണ്ടിരിക്കും. ഇന്ന് വീട്ടിലോട്ട് ചില പെണ്ണുമ്പിള്ള ഇറക്കി വിടും. അവക്കുണ്ട് BP കുറവ്, ഷുഗർ, പ്രഷർ, മറ്റേ ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ്. എണ്ണ ഇതാണെന്നാ ഭാഗ്യം. വേറെ കാര്യം അറിയാമോ? നിങ്ങൾ ഈ നമ്മള് ദുബായ് എന്ന് കേട്ടിട്ടുണ്ടോ? പോയിട്ടില്ല, കേട്ടിട്ടുണ്ടല്ലോ. മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അതൊരു മണലാരണ്യമാണ്. ഓ ഭാഗ്യം, ടൈമിങ് കേട്ടാ. അന്ന് ഇത് മണലാർ ഓപ്പ് അത് ആ സാധനം തന്നെ, അത് മാത്രമായിരുന്നു. പിന്നീട് അവിടെ പെട്രോൾ കണ്ടുപിടിച്ചു. ലോക പ്രസിദ്ധമില്ലേ ഇതുപോലെ. ഇപ്പം വിജയണ്ണ ആരായിനി? ഇനിയിപ്പൊ അബ്കാരിയിലാണ്. അബ്കാരിയാ? അയ്യോ, പിന്നെ ഇത്ര ഒരു മദ്യത്തിന്റെ ഗോഡൗണുള്ള ചേച്ചിയുടെ ഭർത്താവ് അബ്കാരിയിലാണ്. അബ്കാരി വിജയൻ. പിന്നെ നീ നേരത്തെ പറഞ്ഞില്ലേ മണലാരണ്യം? ഞാൻ ഇവിടെ ഇതൊരു മദ്യാരണ്യം ആക്കും. ഇവിടെ ഈ പഞ്ചത്തിൽ ഞാൻ മദ്യം ഒഴിക്കും. ഞാൻ വേറെ കാര്യം, ഇനിയാണ് നമ്മൾ തമ്മിൽ ഷൈൻ ചെയ്യാൻ പോണം. ആര് ഷൈൻ ചെയ്യാൻ പോണം? ഞാൻ ഒന്നും കൂടെ വൈകിട്ട് ലിറ്റർ എടുക്കണ്ട ചേച്ചി പിടിച്ച് നറുക്കിരുത്തേജിയല്ല. ഒറ്റയ്ക്ക് ഷൈൻ ചെയ്തോ? നീ അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞേട്ടാ. ഞാൻ ആരെന്നറിയാമോ? ഇപ്പൊ അബ്കാരി വിജയൻ. അബ്കാരി വിജയൻ നിന്നതൊക്കെ പോട്ടെ. വിളി ആരെ? ചേച്ചി വിളി, മായ ചേച്ചി വിളി. ചേച്ചിയെ വിളിക്കാനാ? വിളി. എടാ ആരെന്നറിയാമോ? മദ്യം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഇന്നത്തെ സെലിബ്രിറ്റിയാണ്. സെലിബ്രിറ്റി. അങ്ങനെ ചേച്ചിയൊന്നും വിളിക്കരുത് കേട്ടാ. കുറച്ച് മയോട്ട് സംസാരിക്കണം. മായ ചേച്ചി വിളിയല്ലോ. അബ്കാരി വിജയന്റെ ഭാര്യയാണ് അവള്. കള്ളോ ഇത്? കള്ളോ? ആര് പറഞ്ഞു? സംശയം തീർക്കണ മായ ചേച്ചി വിളി. ഞാൻ വിളിക്കാം. മാഹി, മക്കളെ മാഹി. മാഹി എന്നല്ല, മായ എന്നല്ലേ? എടാ മാഹിയില് മദ്യത്തിന് ടാക്സ് കുറവല്ലേ, അതുകൊണ്ട് ഇവിടെ പേര് ഞാൻ മായെന്ന് മാറ്റി മാഹിന്നാക്കി. മദ്യമുള്ളതുകൊണ്ട് മാഹി മക്കളെ ഇറങ്ങി വാ. കണ്ടോ ചോക്കര കണ്ടോ നീ? അയ്യോ ഇതെന്താ ചേച്ചിയുടെ നേരത്തെ ഇങ്ങനെ കുപ്പിയൊക്കെ തൂക്കിയിട്ടേ? ചരത്തോടി മദ്യം ഒഴിക്കൊണ്ടിരിക്കല്ലേ. ഏതൊക്കെ വഴിക്കൂടെ പറഞ്ഞ് പറയാൻ പറ്റൂല. ഒരു വഴിക്കൂടെ ചോർന്നു പോരുത്. ഏത് വഴി ചോർന്നാലും ഈ കുപ്പി തന്നെ വീണം. അതിനാണ് കുപ്പി കെട്ടി നോക്കിയിരിക്കുന്നത്. ചേച്ചി ഇതെങ്ങനെയാണ് അണ്ണൻ ഇഷ്ടപ്പെട്ടത്? എങ്ങനെയാണ് നിങ്ങളെ പ്രവർത്തനം? അതിപ്പോ എന്താ ചേട്ടനിപ്പോ ഇന്ന് കാലത്ത് പൈനാപ്പിളിന്റെ ഫ്ലേവറിലെ സാധനം കഴിക്കണമെന്ന് എന്നെ കൊണ്ടങ്ങോട്ട് ഇരുത്തി തീറ്റിച്ചില്ല ഒരു കുന്ന് പൈനാപ്പിള്. അത് കഴിച്ചിട്ട് ഞാൻ ഈ പെരക്കിട്ട് നടന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പൈനാപ്പിളിന്റെ ഫ്ലേവറുള്ള സാധനം കിട്ടുക. അടിപൊളി സാധനം. ഇന്നലെ മുന്തിരിങ്ങയുടെ ആയിരുന്നു.
നീ നോക്ക് എടാ നോക്കണം ഞാൻ വെളുത്തിട്ടില്ല അതിനും ഫ്രൂട്ട്സ് ആണ് ഞാൻ കഴിക്കുന്നത് ആണല്ലേ? ഡെയിലി ഒരു മിനിറ്റിക്കോ ഞാൻ വീട്ടിൽ ചെന്ന് മറ്റേ അപ്പൂപ്പന്റെ ടോർച്ചിന്റെ ബാറ്ററി എടുത്തോണ്ട് വരാം. അത് വയലിട്ട് തട്ടിയിട്ടേ രണ്ട് മറ്റേ പഴുതാര എല്ലാം കൂടെ പിടിച്ച് വാക്കാത്താക്കിയ 2 ചവ വെച്ചാൽ നമുക്ക് വാറ്റടിക്കാണ്ടാ ബാറ്റടി എനിക്കറിയാം ബാറ്റ ഉണ്ടാക്കാം കേട്ടോ. നീ കൂടുതൽ ഉണ്ടാക്കണ്ട മക്കളെ. ഇവര് വേണം നീ കേൾക്കണ്ട. ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിച്ചിട്ട് ഈ വിളവാരം കിടന്ന് 5-6 വട്ടം ഓടണം. ഓടുമ്പോ വേർക്കും. അപ്പൊ ആ വേർപ്പെല്ലാം ഈ കുപ്പിയിൽ ശേഖരിക്കണം കേട്ടോ. ഒന്ന് താന്ന ഓ സംശയം പോലെ സംശയമല്ലേ? കൊടുക്കണോ? കൊടുക്ക നീ അടിച്ചു കഴിഞ്ഞാൽ അരുമ്പോ വേണ്ട. നീ വാള് അരുമ്പോ അവന് കൊടുത്തായി. എടാ ഇരുന്നടി വാ ഗ്ലാസ് കാണിച്ചോട്. ഉത്തൂര് വെച്ചോട്. 2 പിടുത്തം കയറും. കുറച്ച് താച്ചി ഒരു പെക്ക് താ. ഒരു പെക്ക് കൊടുക്കല്ലേ ചെറുതായിട്ട്. എടാ നിന്റെ കരളും കൂമ്പോ വാടിപ്പോ 10 മില്ലടി കഴിച്ചോക്ക് ടച്ചിങ്സ് ഇല്ലേ? ചേച്ചിയുടെ ചെവി കടിക്കോ ഇങ്ങനെ നോക്ക സാധനം. എങ്ങനാ എങ്ങനാ തലയ്ക്ക് പിടിക്കില്ലല്ലോ ഇത്. തലയ്ക്ക് പിടിക്കില്ലല്ലോ. എടാ പെട്ടെന്ന് പിടിക്കോ. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 2 ദിവസം നിൽക്കും പവർ. ചേച്ചിയുടെ വേർപ്പിന് എത്രത്തോളം ഇതാണ് പവർ ഉണ്ടോ ഞാൻ കൊടുക്കട്ടെ അങ്ങനെ ഉണ്ടാക്കണ്ട നീ. അങ്ങനെ ഉണ്ടാക്കണ്ട നീ. എനിക്കെന്താണ് വേണ്ട നീ കഴിക്കേണ്ടത്. അടിച്ച അരുമ്പാവും. നീ ആ ഫ്രൂട്ട്സ് ഒക്കെ അവന് പിടുത്തമില്ല പിടുത്തമില്ല ഒരു അനക്കമില്ല. പിന്നെ പിടുത്ത 2 മണിക്കൂർ കഴിയിട്ട് നീ ഒരു കാര്യം ചെയ്യ്. ആ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചോണ്ട് ഓടിക്കോ. വളവാരം ഓടിക്കോ. വേറെ ഒന്നും ചെല്ലാം പിടിച്ചോണേ. കേട്ടാ കേട്ടാ. ഈ കുപ്പി നടക്കണം നമുക്ക്. ഓടിക്കോ. എക്സസൈസ് എക്സസൈസ് എടാ എന്റെ ഭാര്യ എക്സസൈസിന് ഓർഡർ ഞാൻ തീരുമാനിക്കും. നീ ആണോ പറയാ? അതല്ലെന്ന് എക്സസൈസ് പറഞ്ഞത് എക്സസൈസ് പറഞ്ഞ നിനക്കെന്ത്? എക്സസൈസ് വരും. കാര്യം ചോദിക്കാൻ അവരങ്ങ് പോവും. നമ്മളാ പേടിക്കണം. പേടിക്കണ്ടേ പേടിക്കണ്ടേ അവര് വരട്ടെ. ധൈര്യത്തില്ലേ? വിജയന്റെ വീട് ആരാ വിജയൻ? ആരാടാ വിജയൻ? ഞാൻ കാണിച്ചു തരാം. ഇതാണ് വിജയ്. വിജയൻ ഞാൻ ഇങ്ങനെയാണ് വിജയ് വിജയൻ ആരാന്ന് പറഞ്ഞ ഞാൻ കൂമ്പ് നോക്കിയിരിക്കും. ആരാ വിജയൻ? സാറേ ഇങ്ങനെ പേരിൽ മാത്രമേ വിജയുള്ളൂ. ജീവിതത്തിൽ മുട്ടം തോൽവിയാണ് തന്നെ. അയ്യോ പെണ്ണും പിള്ളെ കൊണ്ട് ജഗ്ലിംഗ് ഡാൻസ് കളിച്ചാ നീ ജീവിക്കുന്നല്ലേ? ജഗ്ലിംഗ് അവിടെ കഴുത്ത കുപ്പി കിടക്കുന്നുണ്ട്. ജഗ്ലിംഗ് അല്ല. പിന്നെ എന്റെ ഭാര്യയുടെ ശരീരത്തോടി മദ്യം ഒഴുകുന്നുണ്ട്. ചോർന്ന് പോകാതിരിക്കാൻ വേണ്ടി കുപ്പി എടുത്ത് നോക്കിയിട്ട് എങ്ങനെ മദ്യം ഒഴുകുന്നുണ്ടെന്ന്. നിന്റെ ഭാര്യയുടെ ദേഹത്തൂടെ മദ്യം ഒഴുകുന്നുണ്ടല്ലേ? ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. 1-ാം തീയതി ഭാര്യയും ഭർത്താവും ഇവിടെ മദ്യ കച്ചവടമാണെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് 2 പേരെ അറസ്റ്റ് ചെയ്യാമെന്നാണ്. വണ്ടിയിലോട്ട് കയറി 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 വണ്ടി കയറണം എന്തിന് വണ്ടി കയറണം എന്തിന് അതിനാ എന്താ 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 എന്നാ ലൈസൻസ് വേണോ ലൈസൻസ് വേണോ ലൈസൻസ് വേണം. മദ്യ കച്ചവടം ലൈസൻസ് തരാം. അവളെ ഒരു SSC ബുക്ക് ഉണ്ട്. SSC ബുക്ക് അല്ലടാ. മദ്യം വിൽക്കണമെങ്കിൽ ലൈസൻസ് വേണം. മിസ്റ്റർ ഓഫീസർ എനിക്ക് അല്പം സ്വല്പം നിയമമൊക്കെ അറിയാം. ആണോ? ആ എന്നാ നീ എക്സൈസ് ആകും. ഞാൻ നാട്ടുകാരനെയാകാം. അല്ല ഇത് പ്രകൃതി ഉണ്ടാവുന്ന ലൈസൻസ് വേണ്ട ലൈസൻസ് വേണ്ടല്ലേ? ഒരു മഴ വന്നു കഴിഞ്ഞാൽ ലൈസൻസ് വേണോ? വേണ്ട. ലൈസൻസ് വേണോ? വേണ്ട. അല്ല ഇങ്ങനെ നാട്ടിൽ ലൈസൻസ് ഉള്ള ലൈസൻസ് വേണോ? ഒരു കാര്യം ചെയ്യാം. ഇവിടെ ദേഹത്തുനിന്നല്ലേ മദ്യം കിട്ടുന്നത്. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി സർക്കാർ അങ്ങ് ഏറ്റെടുക്കാൻ പോവുക. അതിന് മദ്യമല്ലേ വരുന്നത്. പക്ഷെ ഒരു നിയമമുണ്ട്. 1-ാം തീയതി ഇവിടെ നിൽക്കാൻ പാടില്ല. ഒക്ടോബർ 2 നിൽക്കാൻ പാടില്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന നിൽക്കാൻ പാടില്ല. പിന്നെ അല്ലാതെ കന്നി അഞ്ചിന് നിൽക്കാൻ പാടില്ല. അല്ല സാറിന് കറക്റ്റ് ആണ്. കാരണം അന്നൊക്കെ ബിവറേജ് അവധിയാണ്. അപ്പൊ ഈ ചേച്ചി പിടിച്ച് സ്റ്റൗവിന്റെ മണ്ടായിട്ട് ഓസിട്ട് മാറ്റി കഴിഞ്ഞാൽ സാറേ ഇങ്ങോട്ട് നോക്കിയാണ്. ഇത് ഈ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കിയ സാധനമല്ല. നാച്ചുറൽ ആയിട്ട് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഉരുകി ഇറങ്ങി പറഞ്ഞ സാധനമാണ്. അത് സത്യം സാറേ. ഈ നാച്ചുറൽ എന്ന് ഞാൻ എങ്ങനെ അറിയും? സാറേ ഒരു കാര്യം ചെയ്യും. എനിക്കൊന്ന് തരാൻ പറ. ഞാൻ ഇപ്പൊ പറയാം കറക്റ്റ്. എനിക്ക് തരാൻ പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. സാർ അടിച്ചിട്ട് എനിക്ക് 10 5 തന്നാ മതി. ഞാൻ ഡ്യൂട്ടി സമയത്ത് കഴിക്കാറില്ല. അയ്യോ അതാണ് വിഷയം. ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ 1 മണിയായി. 12:45 വരെ ഡ്യൂട്ടി ഉള്ളൂ. സാറിനൊന്ന് കഴിക്കാം. നോക്കട്ടെ. ചേച്ചിയുടെ വേർപ്പെന്നാണ് പറയാ. കറക്റ്റ് പിടുത്തോണോ നോക്കണം. നോക്കട്ടെ. അങ്ങനെ എങ്ങനെ എന്താ സൂപ്പർ അല്ലേ? എങ്ങനെ എങ്ങനെയുണ്ട്? ഒന്നും തോന്നുന്നില്ല. പതുക്കെ കേറൂ. അല്ല വീട്ടിൽ നേരത്തെ കയറാന്ന് പറഞ്ഞ. അതല്ല ഇത് പതുക്കെ കേറൂ. എങ്ങനെയുണ്ട്? ഒന്നും തോന്നില്ല. ഫേസിന് എന്തെങ്കിലും വ്യത്യാസം? ഫേസ് എന്ന് പറഞ്ഞാൽ എന്റെ ഈ മുഖത്തിന്റെ ഇവിടെ എന്തെങ്കിലും മറയുണ്ടോ? അത് മീശയല്ലേ? വേറൊന്നുമില്ല. ഇല്ല വേറൊന്നുമില്ല. ഒരു 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 ചാളയുടെ മണം. മത്തിയാണ് കഴിച്ചത്. ഇന്നലെ മത്തിയായിരുന്നു വെച്ചത്. അത് ഒരു ചാളയുടെ മണം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും തോന്നുന്നില്ല. വരുന്നില്ല. അതുണ്ടാവും. ഞാൻ ഒന്ന് ഒഴിച്ചു നോക്കട്ടെ. സാറൊന്നും തോന്നില്ലേ? ഒന്നും തോന്നില്ല. നിനക്കൊന്നും തോന്നില്ല? എനിക്കൊന്നും തോന്നിയില്ലേ? ഇല്ലെന്ന് അവൻ വിശ്വസിക്കും. വേർപ്പിന്റെ അടിയടാ നീ അടി. അങ്ങനെ അടിക്കല്ലോ. നീ വലിക്കൂ. കാരണം എളുത്തോണ്ട് കൊണ്ട് വലിച്ചോടും. നല്ല ക്ലിയർ ആവും. സാറേ
ഞാൻ പോയി ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് എടുത്തോണ്ട് വരാം. സർട്ടിഫിക്കറ്റ് എടുത്തിട്ടോ. ഇതാ പറഞ്ഞേ, ഇതായോ? ഇതാ പറഞ്ഞേ. യ്യോ, ആ കാണുന്ന സ്വിമ്മിംഗ് പൂളിൽ ഞാൻ ഒന്ന് കുളിച്ചോട്ടെ. എടാ, ഇത് swimming pool അല്ല. ടാറിന്റെ റോഡാ, എടുത്ത് ചാടല്ലേ? ഈ നിൽക്കുന്ന ആട്ടിനെ ഞാൻ ഒന്ന് കറന്നോട്ടെ. കാണിക്കുന്നു. അയ്യോ, എടാ, എന്റെ ദൈവമേ. ഞാൻ ത- എടി, ഇത് മദ്യം കഴിച്ചിട്ടുണ്ടായ സംഭവമാണ് ഇത്. സാറ് ഞാൻ ഇനി ആ ഒരു സത്യം പറയാം. എന്റെ ശരീരത്തിൽ മദ്യമൊന്നും ഉൽപ്പാദിപ്പിക്കണില്ല. പെണ്ണുപിള്ള നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങളുടെ ദേഹത്തോടെ മദ്യം ഒഴുകുന്നു, നിങ്ങളെ ഭർത്താവ് അതിലാണ് കുളിക്കണേന്ന്. അത് പിന്നെ അങ്ങനെ നേരം തന്തിയോളം കഞ്ചാവാണ്. അങ്ങനെ കാലത്തൊട്ട് വൈകുന്നേരം വരെ 5 കഞ്ചാവ് വീട് നിർത്തി വലിക്കുമ്പോ 2 കഞ്ചാവ് വീട് എന്നെ കൊണ്ട് ഇരുത്തി വലിപ്പിക്കും. അത് ശരി. അപ്പൊ മദ്യം മാത്രല്ല കഞ്ചാവാണല്ലേ? അല്ല അത് അങ്ങനെ വലിക്കുമ്പോ ഓർമ്മയില്ലാണ്ട് ഓരോന്ന് പറഞ്ഞു നോക്ക്. ഇത് കുടിച്ചിട്ടൊന്നും ഇതും കഞ്ചാവ് ഇരുത്തി വലിച്ചിട്ടാണ് കാണിക്കണേട്ടാ. ഞങ്ങൾ എങ്ങനെ സഹിക്കും? കഞ്ചാവ് 1 ഗ്രാം പോലും വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അനധികൃതമാണ്. ഞങ്ങൾ 2 പേരെ അറസ്റ്റ് ചെയ്യും. കേറി 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 ഇറങ്ങടാ, വീട്ടിൽ നിന്ന് ഇറങ്ങടാ. എടാ, ഇറങ്ങടാ. എറാ വണ്ടിക്കകത്ത്. സാർ ഒരു മിനിറ്റ്, ഒരു ഫോൺ ചെയ്തോട്ട്, ഒരു മിനിറ്റ്. ഹലോ. ഓ, ഗുഡ് ന്യൂസ്. വാട്ട് എ മാർവലസ് ന്യൂസ്. ഓക്കെ സാറേ, ഡോക്ടർ പോഞ്ചാനാണ് വിളിച്ചത്. ഇവിടെ ശരീരത്ത് മദ്യം കണ്ടെത്തിയത് പോലെ എന്റെ അളിയുടെ ശരീരത്തിൽ നിന്ന് മുട്ടയും എന്റെ അമ്മാവിന്റെ ശരീരത്തിൽ നിന്ന് ഡിസ്പോസബിൾ ഗ്ലാസും കണ്ടെത്തിയിരിക്കുന്നു. സാർ എന്തായാലും കൊണ്ടുപോകുന്നതിന് മുമ്പാട്ടെ ഇപ്പൊ മദ്യമുണ്ട്, മുട്ടയുണ്ട്, ഡിസ്പോസബിൾ ഗ്ലാസ് ഉണ്ട്. ഇനി വെള്ളം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഓർന്ന് വെച്ച് കീച്ചിട്ട് വണ്ടി കയറി നമുക്ക് പോവാം. വെള്ളം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ജീപ്പിലോട്ട് പോകാമല്ലോ. വെള്ളം കൂടെ കിട്ടിയാൽ മതിയല്ലോ. മതി. ശ്ശോ. ഇപ്പൊ വെള്ളം കൂടിയായി. കേറാ വണ്ടിക്കകത്ത്.